ഈ നസീർ സാറിന് വർക്കില്ലാണ്ടിരുന്നപ്പോൾ അദ്ദേഹം മേക്കപ്പ് ഇട്ട് എല്ലാ ദിവസവും രാവിലെ മേക്കപ്പ് ഇട്ട് ബഹദൂർക്കയുടെയും അടൂർ സാറിൻ്റെയും വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ് അങ്ങനെ മനസ്സ് തളർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന്. ആ പറഞ്ഞതാണ് പറ്റിപ്പോയത്. ആ വേട് ഉപയോഗിക്കണ്ടായിരുന്നു. നമ്മളിപ്പോൾ അജിനും ഞാനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. ഒരു കാലത്ത് നമ്മൾ ഭയങ്കര അഭിനയിച്ച ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം എനിക്കൊരു വർക്ക് കുറയുന്ന സമയം വരുമ്പോൾ ഒരു പക്ഷേ അജിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഞാൻ പറയാം, ഏത് അജിനെ അന്നൊക്കെ നമ്മൾ അല്ലേ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ 10 ദിവസമായിട്ട് വീട്ടിലിരിക്കുക, വല്ലാത്തൊരു വിഷമം എന്ന് പറയാം. അത് കരയുന്നതല്ല, അതൊരു സുഹൃത്തിനോട് നമ്മൾ പങ്കിടുന്നതാണ്. അത് കരയുന്നതോ, നസീർ സാറിന് ഇപ്പോൾ മേക്കപ്പ് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ മേക്കപ്പ് ഇടാണ്ട് തന്നെ മേക്കപ്പ് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യം, മേക്കപ്പ് ഇടുന്നവൻ ഉദ്ദേശിച്ചത് ആ മേക്കപ്പ് ഇടുമ്പോഴെങ്കിലും ഞാനൊരു ലൊക്കേഷനിലാണെന്ന് അദ്ദേഹത്തിനൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ വേടാണ്, ഈ വേടാണ് അവന് അവൻ്റെ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അവൻ മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ രാജ്യദ്രോഹിയായിട്ട് അവനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക പാവം. അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയണ്ടായിരുന്നു അവനെ അമ്മയെന്ന് പുറത്താക്കണം, സിനിമയെന്ന് പുറത്താക്കണം. എന്തിനാണ് ഒരാൾ പറ്റി ഒരു നാവുപേഴ പറ്റി മാപ്പും പറഞ്ഞു, കഴിഞ്ഞു. അവൻ വെറും പാവമാണ്. അതൊക്കെ സത്യം. എനിക്ക് അവൻ എത്ര വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ മിമിക്രി കളിക്കുമ്പോഴേ അവൻ മനോജ് ഗിന്നസ്, ഉണ്ണിയസ് നായർ അവരുടെ ടീം, ഞാൻ പ്രദീപ് കൈതാരെന്ന് പറഞ്ഞ് അറിയോ, പണ്ട് സത്യമാഷയൊക്കെ എടുത്തിരുന്നതാണ്. മരിച്ചിട്ട് വർഷങ്ങളായി. ഭയങ്കര അതുല്യ കലാകാരനായിരുന്നു, ഭയങ്കര അസാധ്യ കലാകാരനായിരുന്നു. പിന്നെ വിനോദ് കടാമംഗൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അവനും ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പം ഞങ്ങൾ ഇവർ 3 അങ്ങനെ എറണാകുളത്തെ ഞങ്ങളൊരു പ്രമുഖ ഗ്യാങ് ആയിരുന്നു മിമിക്രിയിൽ. ഞങ്ങളന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യണേ. പിന്നെ ഒരുമിച്ചും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടിനി അന്ന് മുതലേ ഇങ്ങനെയാണ് അവൻ്റെ ഒരു ക്യാരക്ടർ. അവൻ്റെ എൻ്റെയൊക്കെ ഒരുപാട് സിമിലാരിറ്റീസൊക്കെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷേ ഇന്ന് അവനെ ഭയങ്കരമായിട്ട് ആളുകൾ തേജോവധം ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം മിമിക്രി അറിയില്ല, അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞെന്ന വാക്കുകളൊക്കെ കയറി പിടിച്ച്. അപ്പോഴും മനോജ് ചേട്ടാ, ഒരു ടൈമിൽ ഈ കളിയാക്കിയ മലയാളികൾ തന്നെ ടിനി ടോമിന് മിമിക്രി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ടിനി പണ്ട് മിമിക്രിയിൽ അവൻ്റേതായ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നതാണ്. ഇന്നിപ്പം മിമിക്രി എന്ന് പറയുമ്പോൾ പണ്ടത്തെ മിമിക്രിക്കാർക്ക് സ്റ്റേജിൽ കയറി ഒരു ഡയലോഗ് പറയാൻ പേടിയാണ്. കാരണം ഇന്നും മിമിക്രിയുടെ സ്വഭാവം മാറി. അതെ. മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള പറയാൻ പറ്റില്ല, അതിനൊക്കെ അത്ഭുതം എന്നല്ലാണ്ട് പറയല്ലേ. അത് എന്തെന്നാണോ, അത് മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും ഒരാൾ ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. അവനൊക്കെ വന്നിട്ട് ഇവിടെ കളം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പണ്ട് അടുത്തതായി ശങ്കരാടി എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോടാന്ന് പറയുക ആള്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ചില പഴയ സിനിമ കാണുമ്പോൾ നമ്മളിപ്പോൾ ചിരിക്കണമാതിരി. അതെ. പഴയ സിനിമ കാണുമ്പോൾ അന്നിരുന്ന് കൈയടിച്ച സിനിമയാണ് നമ്മൾ ഇന്നിരുന്ന് എന്തെന്നടി. കാരണം അത് കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണത്. ഈ മാറ്റം വരുമ്പോൾ ഇനിയിപ്പോൾ 25 വർഷം കഴിയുമ്പോൾ ഈ സിനിമയൊക്കെ ചിലപ്പോൾ അന്ന് കാണുന്നവർ പറയും ഇതെന്ത് സിനിമയാണ് ഇന്നത്തെ കാലത്ത്. ഈ മാറ്റങ്ങളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് വെറുതെ ഇരുന്ന് കളിയാക്കുക. അപ്പോൾ ടിനി അന്ന് ചെയ്ത ടിനിയുടെ ഫിഗറും ശബ്ദവും വെച്ച് ടിനി ഒരിക്കലും കോമഡി ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. നമുക്കിങ്ങനെ ചിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ പക്രു അവനും കൂടെ ചെയ്യുമ്പോൾ പക്രുവാണ് കംപ്ലീറ്റ് കോമഡി. അവനും ഉണ്ണിയസ് നായരും മനോജ് ഗിന്നസ് ചെയ്യുമ്പോൾ അവരാണ് കോമഡി. ഇവൻ സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഇവൻ്റെ കുറേ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ നടന്മാരുടെ ഇതായിട്ട് വരുന്നത് ചിത്രഗീതമൊക്കെ ഉണ്ട്. ഈ ബാലേന്ദ്രൻ ക്യാ പോലത്തി അതൊക്കെ ഇവനാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ആദ്യം വരുന്ന രമേശ് കുറുമശ്ശേരിയുണ്ട്. രമേശ് ചേട്ടനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴേ ഏഷ്യാനെറ്റിൽ അധികം കൊണ്ടുവന്നതാണ് ചിത്രഗീതമൊക്കെ. വലിയൊരു കലാകാരനാണല്ലോ അദ്ദേഹം. പക്ഷെ പിന്നീട് ആ സ്റ്റേജിലൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാക്കിയത് ടിനിയാണത്. ടിനിയെ കണ്ടാണ് ഞാനും പഠിച്ചത്. ഞാൻ പിന്നീട് മമ്മൂക്ക, മണിക്കുട്ടു, കുറുമ്പുള്ള അമ്പിളിപ്പൂവാടിയും CBIയിലെ സേതുരാമയ്യരും ചാക്കോ ബോഡി ടു ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോമഡീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ചിത്രഗീതം 20 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ പ്രദീപ്, സത്യൻ മാഷ്, നസീർ സാറ്, ഞാൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ജയൻ സാറ്, 3 ഫിഗർ, വിനോദ് ഞങ്ങളുടെ ഒപ്പം ഫീമെയിൽ. ആ ചിത്രഗീതമൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു അന്ന്. ഇന്ന് ആ ചിത്രഗീതം കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാട്ടൽ പൂരി അടിക്കുക ആളുകൾ. കാരണം ഇന്നിപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഏതെങ്കിലും സ്റ്റേജിൽ കയറിയാലുണ്ടല്ലോ തീർന്ന് നമ്മുടെ ജീവിതം അവിടെ തീരും ആ സ്റ്റേജിൽ. പക്ഷേ ടിനി ചേട്ടൻ അത് വിടാതെ കൊണ്ടുപോകുന്നുണ്ട്. ടിനി അത് കഴിഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം ടിനി എടുക്കുന്നില്ലത്. ഇപ്പം ടിനി അത് അന്നൊക്കെ ടിനിക്ക് എന്തോരം കൈയടി കിട്ടി. അമരീഷ് പുരി അവൻ നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ തലമുറ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ തലമുറ പണ്ടത്തെ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കേൾക്കാണ്ട് ഇപ്പോഴത്തെ ഈ ആളുകളുടെ പുതിയ തലമുറയിലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ കണ്ട് ഞെട്ടിയിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ നസീർ സാർ എടുക്കുമ്പോൾ ഞാൻ പണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് എടുക്കാൻ പേടിയാ. ഒന്ന് എടുക്കാവോ ഞങ്ങൾക്ക് വേണ്ടി? ഞാനോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്തിടയ്ക്ക്
ശ്രീ ടിനി ടോമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഈ ദയവ് ചെയ്ത് അവനെ ആരും ക്രൂശിക്കാതിരിക്കുക. ആർക്കായാലും ഒരു നാവ് പിഴ പറ്റും. ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല. ആ, അതുകൊണ്ട് നിങ്ങളും ദയവ് ചെയ്ത് ടിനിയെ വേദനിപ്പിക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയായി കരുതുക. നന്ദി, നമസ്കാരം. അടിപൊളി. ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ടിനി ടോമിന്റെ വോയിസിലോടൊന്ന് പറയാമോ? ഇത് രണ്ടും ഒരുമിച്ചാക്കി അങ്ങ് വിടാനാ. കൂട്ടുകാരന്മാർക്ക് രണ്ടുപേർക്കും കയറാം. എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു. നസീർ സാർ എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞ ഒരിത് മാറിപ്പോയതാണ്. നസീർ സാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം വരെ ക്ഷമിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ദയവ് ചെയ്ത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. ഓ